ഈ അടുത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം ട്രെൻഡിങ് ആയ ഒരു റീൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ വെള്ളത്തിൽ ഒരു തിളക്കം അല്ലെങ്കിൽ ലൂമിനസ് അപ്പിയറൻസ് ഉണ്ടാവുന്നു. കാണുമ്പോൾ വളരെ കൗതുകവും അത്ഭുതവും ഒക്കെ തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ഇതിന്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്ന് നമുക്കൊന്ന് അന്വേഷിച്ചാലോ? ചില പ്രത്യേകതരം സൊല്യൂഷനുകളിലൂടെ, കൃത്യമായി പറഞ്ഞാൽ കൊളോയിഡൽ സൊല്യൂഷൻസിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ നമുക്കതിന്റെ പാത അഥവാ പാത്ത് ഓഫ് ലൈറ്റ് കാണാനാവും. ഇതിനെയാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ തട്ടി ലൈറ്റിന് സ്കാറ്ററിംഗ് സംഭവിക്കുന്നതാണ് ടിൻഡൽ എഫക്റ്റിന് കാരണം. മഞ്ഞൾപ്പൊടിയും വെള്ളവും ഈ ടിൻഡൽ എഫക്റ്റുമായിട്ട് എന്ത് ബന്ധമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? പറയാം. സൊല്യൂഷൻ എന്നാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. സൊല്യൂഷൻ ഈസ് എ മിക്സ്ചർ ഓഫ് ടു ഓർ മോർ സബ്സ്റ്റൻസസ് വെയർ വൺ സബ്സ്റ്റൻസ് ഡിസോൾവ്സ് അനദർ. എന്തിലേക്കാണോ ഡിസോൾവ് ചെയ്യുന്നത് അതിനെ സോൾവെന്റ് എന്നും, ഏതാണോ ഡിസോൾവ് ചെയ്യുന്നത് അതിനെ സൊല്യൂട്ട് എന്നും വിളിക്കുമെന്നും അറിയാം അല്ലേ? സൊല്യൂഷനുകളെ അവയിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ സൈസ് ആൻഡ് പ്രോപ്പർട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ എന്നിങ്ങനെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാറുണ്ട്. മൈക്രോസ്കോപ്പിലൂടെ പോലും കാണാൻ കഴിയാത്ത 1 നാനോമീറ്ററിൽ താഴെ മാത്രം വലിപ്പമുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുള്ള സൊല്യൂഷനാണ് ട്രൂ സൊല്യൂഷൻ. സൊല്യൂട്ട് സൈസ് 1 നാനോമീറ്റർ ടു 1000 നാനോമീറ്റർ റേഞ്ചിലാണെങ്കിൽ അവയെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യാനാവും. അത്തരം സൊല്യൂഷനാണ് കൊളോയിഡ്. സൊല്യൂട്ട് സൈസ് 1000 നാനോമീറ്ററിലും കൂടുതലായാൽ അവയെ മൈക്രോസ്കോപ്പിന്റെ സഹായം ഇല്ലാതെ തന്നെ കാണാൻ കഴിയും. അവയാണ് സസ്പെൻഷൻ. വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടി കലർത്തുമ്പോൾ അവിടെ രൂപപ്പെടുന്നത് ഒരു കൊളോയിഡൽ സൊല്യൂഷനാണ്. കൊളോയിഡൽ സൊല്യൂഷൻസിൽ സൊല്യൂട്ട്, സോൾവെന്റ് എന്നിവയ്ക്ക് പകരം ഡിസ്പേർഷൻ ഫേസ്, ഡിസ്പേർഷൻ മീഡിയം എന്നീ വാക്കുകളാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക. ഇവിടെ മഞ്ഞൾപ്പൊടി ഡിസ്പേർഷൻ ഫേസ് ആയും വെള്ളം ഡിസ്പേർഷൻ മീഡിയമായും പ്രവർത്തിക്കുന്നു. ഇനി എന്തുകൊണ്ട് ഒരു കൊളോയിഡൽ സൊല്യൂഷനിൽ ടിൻഡൽ എഫക്റ്റ് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആണ് ടിൻഡൽ എഫക്റ്റിന് കാരണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെ സ്കാറ്ററിംഗ് നന്നായി നടക്കണമെങ്കിൽ കടന്നു പോകുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് പാർട്ടിക്കിൾ സൈസിന് അഥവാ ഡയമീറ്ററിന് കമ്പയറബിൾ ആയിരിക്കണം. പാർട്ടിക്കിൾ സൈസ് ലൈറ്റിന്റെ വേവ് ലെങ്തിനേക്കാൾ ഒരുപാട് കൂടുതലോ കുറവോ ആണെങ്കിൽ അവിടെ സ്കാറ്ററിംഗ് നടക്കാനുള്ള സാധ്യത കുറവായിരിക്കും. 400 നാനോമീറ്റർ ടു 700 നാനോമീറ്റർ ആണല്ലോ വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത്. ഏതാണ്ട് അതേ റേഞ്ചിലാണ് കൊളോയിഡിന്റെ ഡിസ്പേഴ്സ്ഡ് ഫേസിലെ പാർട്ടിക്കിളുകളുടെ സൈസും വരുന്നത്. അതുകൊണ്ട് തന്നെ കൊളോയിഡൽ സൊല്യൂഷനിൽ ടിൻഡൽ എഫക്റ്റ് ഒബ്സർവ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രമായില്ല, ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവണം. അപ്പോഴാണ് നന്നായി നമുക്ക് പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ ആവുന്നത്. ഇനി മൂന്നാമതായി, കൊളോയിഡൽ സൊല്യൂഷനിലൂടെ ലൈറ്റ് കടന്നു പോകുന്ന പാത്തിന് നോർമലായി അഥവാ പെർപെൻഡിക്കുലറായി വേണം നമ്മൾ ഈ സൊല്യൂഷനെ ഒബ്സർവ് ചെയ്യാൻ. ഇവിടെ നമ്മൾ മൊബൈൽ ടോർച്ച് ഗ്ലാസിന്റെ താഴെ നിന്ന് മുകളിലേക്കാണ് വെക്കുന്നത്. അതായത് ഇവിടുത്തെ പ്രകാശത്തിന്റെ പാത അല്ലെങ്കിൽ പാത്ത് ഓഫ് ലൈറ്റ് നേരെ താഴെ നിന്ന് മുകളിലേക്കാണ്. നമ്മൾ ഗ്ലാസ്സിലേക്ക് നോക്കുന്നത് ഇതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലുമാണ്. ഇങ്ങനെ ടിൻഡൽ എഫക്റ്റ് ഒബ്സർവ് ചെയ്യാനുള്ള കണ്ടീഷൻസ് എല്ലാം ഒത്തു വരുന്നത് കൊണ്ടാണ് നമുക്കിവിടെ മനോഹരമായ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞത്.